വണക്കം. 2 ചോദ്യം. ഒന്ന്, നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ പിന്നാലെ നടന്നിട്ട് കട്ട സപ്പോർട്ട് കൊടുത്തിട്ട് എപ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ? 2, ഈ അവധിക്കാലത്ത് നിങ്ങളുടെ കുട്ടികൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം. അച്ഛൻ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ചേർന്ന് കംഫർട്ടായിട്ട് വളർത്തിയൊരു കുട്ടി, ഒരു കാര്യത്തിനും അവൻ പുറത്തേക്ക് പോകണ്ട, ഒരു കാര്യത്തിനും അവൻ പുറത്തേക്ക് ഇറങ്ങണ്ട, അവൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും എപ്പോഴും പിന്നിൽ അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി. അങ്ങോട്ട് തിരിഞ്ഞാൽ സപ്പോർട്ട്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ സപ്പോർട്ട്, പഠിക്കുന്ന കാര്യത്തിൽ സപ്പോർട്ട്, എഴുതുന്ന കാര്യത്തിൽ സപ്പോർട്ട്, കട്ട സപ്പോർട്ട്. പ്രശ്നം, അവനെ ഈ രാജ്യത്ത് നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ വിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് നിഷ്കരുണം തിരിച്ചു പോന്നു. അപ്പോഴേക്കും ലക്ഷങ്ങൾ പലതും ചെലവായി. എൻ്റെ അടുത്ത് കൗൺസിലിംഗ് കൊണ്ടുവന്നിരുന്നു. അവനോട് സംസാരിച്ചപ്പോഴാണ് അവൻ ഈ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടാക്കിയ കംഫർട്ട് സോണിൽ സുഖമായിട്ടിരുന്ന കുട്ടി കംഫർട്ട് സോണൊന്ന് ബ്രേക്ക് ചെയ്തോടുകൂടി അസ്വസ്ഥത കൂടി അവന് തന്നെ ഇംഗ്ലണ്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. തിരിച്ച് ഇങ്ങോട്ട് വണ്ടി കയറി പോകുന്നു. ലക്ഷങ്ങൾ ഒരുപാടായിട്ട് അത് ഒഴുകിപ്പോയ സങ്കടം സഹിക്കാൻ പറ്റാതാണ് കൗൺസിലിങ്ങിൽ കൊണ്ടുവന്നത്. ആരാണ് ശരിക്കും ഇവിടെ കുറ്റക്കാരൻ? ആ പോയ പയ്യനാണോ? ഇവൻ്റെ ഈ ബന്ധുക്കളാണോ? ഒന്നാലോചിച്ച് ഉത്തരം കമൻറ്റ് ബോക്സിലിട്ട് കിട്ടാം. നമുക്കത് ചർച്ച ചെയ്യാം. ഈ അവധിക്കാലത്ത് നമ്മുടെ കുട്ടികളെ ഈ പിന്നാലെ നടന്ന് അനാവശ്യമായ സപ്പോർട്ട് കൊടുത്ത് കംഫർട്ട് ആക്കി നിർത്തുന്നതിന് പകരം ചലഞ്ചിങ് ആയിട്ടുള്ള ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്താലോ? അങ്ങനെ ഡിസ്കംഫർട്ട് അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ എതിർത്തു വരും. പക്ഷെ നമ്മൾ സ്നേഹത്തോടെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഡിപ്പെൻഡൻസി കുറയും. പുതിയ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അവരുടെ സപ്പോർട്ട് കുറഞ്ഞു എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുമ്പോൾ അവർ തന്നെ അതിനെ നേരിടാനുള്ള ഉൾക്കരുത്തുള്ള വ്യക്തികളായിട്ട് മാറും. അതിനുള്ള 20 വഴികൾ നമുക്ക് കണ്ടെത്തി ചിന്തിക്കാം. അവരെ സ്നേഹത്തോടെ, അവരെ, നമ്മുടെ മക്കളെ അതിലേക്ക് തയ്യാറാക്കിക്കൊണ്ട് ഈ അവധിക്കാലം കഴിഞ്ഞു വരുമ്പോഴേക്കും അവരുടെ കോൺഫിഡൻസ് ലെവൽ, അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ലെവൽ ഇങ്ങനെ ഉയർത്തി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. നമുക്കൊന്ന് ചർച്ച ചെയ്യാം. 20 വഴികൾ ഗ്രോത്ത് ഉണ്ടാക്കാനാണ്, അല്ലാതെ പണിഷ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, അവർക്ക് ട്രോമ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അവരെ മോശം പാരൻ്റ് ആവാൻ വേണ്ടിയല്ല, മറിച്ച് ഡിപ്പെൻഡൻസി കുറയ്ക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും അവരുടെ കോൺഫിഡൻസ് വളർത്തിയെടുക്കാനും വേണ്ടി മാത്രമാണ് അവരെ നമ്മൾ ഈ അവധിക്കാലത്ത് കുറച്ച് അസ്വസ്ഥപ്പെടുത്താൻ നമുക്ക് പോവാം. ഒന്നാമത്തെ കാര്യം, അവരെ സ്വന്തമായിട്ട് ട്രാവൽ ചെയ്യാൻ അനുവദിക്കുക. അത് അവരുടെ ഏജിൻ്റെ അനുസരിച്ചു. LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അവൻ്റെ പഞ്ചായത്തിൻ്റെ ഓഫീസ് എവിടെയാണോ, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ടൗൺ വരെ പോയിട്ട് ഒരു സാധനം മേടിക്കാൻ വിടാം. പറ്റില്ല എന്നോ? പേടിയാന്നോ? അതെ, ഈ പേടി ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് വിടാതിരിക്കും. അവൻ വളരില്ല. ഒന്ന് വിട്ടു നോക്കുന്നത്. ഇപ്പോൾ ഒരുപാട് മൊബൈലൊക്കെ ഉണ്ടല്ലോ, ഒരെണ്ണം കയ്യിൽ കൊടുത്ത് പോകും. എവിടെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ വാച്ച് ചെയ്യാലോ. UP പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? തൊട്ടടുത്ത ഒരു ടൗണിൽ പോയിട്ട് അവനോടൊരു സാധനം വാങ്ങാനായിട്ട് അവനെ ഏൽപ്പിച്ചൂടെ, അവളെ ഏൽപ്പിച്ചൂടെ? ഹൈസ്കൂളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവൻ്റെ ജില്ലയുടെ ആസ്ഥാനം പോയി കാണാലോ. +2 തലത്തിലാണെന്നുണ്ടെങ്കിലോ തൊട്ടടുത്ത ജില്ലയിൽ പോകാലോ. അല്ലെങ്കിൽ അവന് കേരളത്തിൻ്റെ തലസ്ഥാനം വരെ പോയി വരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജില്ല എവിടെയാണ് താമസിക്കുന്നത് അവിടുത്തെ തലസ്ഥാനം വരെ പോകാനുള്ള ഒരു ടിക്കറ്റ് എടുത്ത് പൈസ എടുത്തിട്ടൊന്ന് വിടാവോ? അപ്പോൾ വീണ്ടും നെറ്റി വിളിക്കുകയാണ്. സുഹൃത്തെ, അവരെ ഒന്ന് സ്വന്തമായി ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ത്രാണി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അവധിക്കാലം ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാമത്തത്, ബാങ്കിൽ പോവുക. ഫോം ഉണ്ടാവും. നിങ്ങൾ കുറച്ച് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അടക്കാനായിട്ട് വിടും. അവിടെ പോയിട്ട് വരിയിൽ നിൽക്കേണ്ടി വരും, ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. ഫില്ല് ചെയ്യേണ്ട വിധം അവർ പഠിക്കും. സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ത്രാണി ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ദെൻ വീട്ടിലെ ഈ അവധിക്കാലത്തെ സാധനങ്ങൾ വാങ്ങുക, ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് കുട്ടികളെ ഏൽപ്പിച്ചു നോക്കൂ. അവരുടെ പ്രായം അനുസരിച്ച് ഇപ്പോൾ LKG UKGക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മുതിർന്ന കുട്ടികളെ ഏൽപ്പിച്ച് നോക്കൂ. ഏതൊക്കെ സാധനങ്ങൾ വാങ്ങി അതിൻ്റെ കൃത്യമായി കണക്കും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട് പറയുക. 4-മത്താണ് പബ്ലിക് സ്പീക്കിംഗ്. ഈ അവധിക്കാലത്ത് ഒരുപാട് കൂട്ടായ്മകളും ആഘോഷങ്ങളും
പരിപാടികളും പിറന്നാളുകളും ഗെറ്റ് ടുഗദറുകളൊക്കെ നടക്കും. നിങ്ങളുടെ കൊച്ചിനോട് 2 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ പറയും. ഇനി അവന് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ചെറിയൊരു ടോപ്പിക്ക് കൊടുത്തിട്ടേ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടേ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കും. അപ്പോൾ അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. വേറൊരു കാര്യം, 5-മതൊരു കാര്യം, മീറ്റ് എ പ്രൊഫഷണൽ. നിങ്ങളുടെ നാട്ടിൽ ഒരു ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഈയിടെ IPS കിട്ടിയ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരുണ്ടല്ലോ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവാം. അവരുടെ അപ്പോയിൻമെൻറ്റ് മേടിച്ചിട്ട് ഈ കുട്ടി അങ്ങനെ പ്രൊഫഷണൽസുമായി സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന വിദ്യാലയത്തിൽ ഞങ്ങൾ മീറ്റ് ദ എക്സ്പെർട്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 1 വർഷത്തിൽ ഇതുപോലെ ജീവിതത്തിൽ വിജയിച്ച വ്യക്തികളെ കൊണ്ടുവരും. അവരവിടെ ഇരിക്കും. കുട്ടികൾ അവരോട് അവരുടെ നിലവാരത്തിൽ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടിയിരുന്ന ഒരു കഴിവുണ്ടല്ലോ, അവർ ആ സമയത്ത് പലപ്പോഴും IPS കിട്ടിയ വ്യക്തികളോട് വരെ ആ കുട്ടികൾക്ക് സംസാരിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിരുന്നു. കുട്ടി LP സ്കൂളിലാണ് പഠിക്കുന്നത്, പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു IPS കാരനോടുമാണ്. അവർക്കുണ്ടാകുന്ന ഒരു വളർച്ചയുണ്ടല്ലോ, അത് വലുത് തന്നെയാണ്. 6-മത്തെ കാര്യം, ട്രാവൽ ബൈ ബസ്, ട്രെയിൻ ഓർ എയർപ്ലെയിൻ. നിങ്ങളുടെ കുട്ടിയെ ഒറ്റയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുക. അവൻ്റെ പ്രായമനുസരിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുക. നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അവനൊന്ന് വിമാനത്തിൽ പോയി വരട്ടെ. ഉദാഹരണം, അവന് ബാംഗ്ലൂരുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് അയക്കൂ. അവിടെ ഒരാൾ സ്വീകരിക്കുന്നു, അവനെ അവിടെ കുറച്ച് നേരം കറക്കിയൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അടുത്ത ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ പിറ്റത്തെ ദിവസം കയറ്റി വിടാൻ പറയും. ഒരുപക്ഷെ നിങ്ങൾക്ക് 5000 രൂപയെ ചിലവ് വരുള്ളൂ. പക്ഷെ നിങ്ങളുടെ കുട്ടിക്ക് സ്വയം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, കാര്യങ്ങളെ നേരിടാനുള്ള ഒരു കഴിവുണ്ടല്ലോ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഊർജ്ജം അവന് കിട്ടും. വ്യത്യസ്തമായ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഊർജ്ജം അവൻ്റെ ഉള്ളിലേക്ക് കിട്ടും. 7-മത്തെ കാര്യമാണ് ലേൺ ഫിസിക്കൽ സ്കിൽസ്. ഏതെങ്കിലും പ്രത്യേക ഒരു കളി, ക്രിക്കറ്റ് ആയിരിക്കാം, ഫുട്ബോൾ ആയിരിക്കാം, ഏതെങ്കിലും ഒരു പരിശീലനത്തിന് വിടുക. വ്യായാമം ചെയ്യുന്നതായിരിക്കാം, കബഡി കളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ ആവുമായിരിക്കാം, യോഗയായിരിക്കാം, പുഷപ്പ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ജിംനാഷ്യത്തിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഹുലാഹൂപ്പ് ഇങ്ങനെ റെയിലിട്ടിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത് അതായിരിക്കാം, കളരി ആയിരിക്കാം, കുംഫു ആയിരിക്കാം, കരാട്ടെ ആയിരിക്കാം, എന്തായാലും വേണ്ടില്ല. ശാരീരികമായ ഫിറ്റ്നസ് അവർ വർദ്ധിക്കും. അതുമാത്രമല്ല, അത് തന്നെ അവൻ പോകാൻ തുടങ്ങുമ്പോഴേ അവൻ്റെ ഉള്ളിൽ ഒരു എനിക്ക് എൻ്റെ ശരീരത്തിന് ഒരു ഫിറ്റായി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ശരീരം ഫിറ്റായിട്ടുള്ള ഒരാൾക്കാണ് മനസ്സും ഫിറ്റായി വരുള്ളൂ. അതിന് നമുക്ക് ഈ അവധിക്കാലം ഉപയോഗിക്കാം. 8-മത്തെ കാര്യമാണ്, എന്തെങ്കിലും ഒരു കാര്യം വോളണ്ടിയർ ചെയ്യാൻ പറയുക. നിങ്ങളുടെ നാട്ടിലെ ഒരു വായനശാല വൃത്തിയാക്കി വെക്കലായിരിക്കാം, പുസ്തകം പോയി അടക്കി വെക്കലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ചെറിയ സഹായങ്ങൾ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം വൃത്തിയാക്കുന്നതായിരിക്കും. കുറച്ച് കുട്ടികളെയും കൂടി സംഘടിപ്പിച്ചിട്ട് അവരൊന്ന് ചെറുതായിട്ട് ചെയ്യട്ടെ. അവരത് ചെയ്യുന്ന കാണുമ്പോണ്ടല്ലോ, അവരുടെ ഉള്ളിൽ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ എനിക്ക് പല രീതിയിൽ സഹായം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ബോധം അവരുടെ ഉള്ളിലേക്ക് വരും. 8-മത്തെ കാര്യം, ഒരു നേരത്തെ ഭക്ഷണം ഫുള്ളായിട്ട് അവരോട് ഉണ്ടാക്കാൻ പറയുക. രാത്രി ഭക്ഷണമാവാം, രാവിലെ ഭക്ഷണമാവാം, അങ്ങനെ ഒരു ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇത് എത്രമേൽ ശ്രമകരമാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവുകയും നാളെ അവർ നാട് വിട്ട് പോയി കഴിഞ്ഞാലും സ്വന്തമായി ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള ഒരു ത്രാണി അവർക്കുണ്ടാവും. അല്ലെങ്കിലേ അമ്മയും അമ്മൂമ്മയും കൂടി വെക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അതിൻ്റെ അങ്ങനെ ടേസ്റ്റൊക്കെ ഇങ്ങനെ നോക്കി കഴിച്ച് ശീലമുള്ളവനായിരിക്കും. അവന് പുറത്ത് പോകുമ്പോഴാണ് നമ്മൾ വളരുക, വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ വളരില്ല. കപ്പലുണ്ടാക്കുന്നത് കരയ്ക്ക വയ്ക്കാനല്ല, അത് വെള്ളത്തിലിറങ്ങി യാത്ര ചെയ്യലാണ് അതിൻ്റെ ഫങ്ഷൻ. അതുപോലെ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ വളരെ സുരക്ഷിതരാണ്, പക്ഷെ അവർ പുറത്തു പോയാലാണ് ജീവിതത്തിൽ ഉന്നതമായ വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിജയം കൈവരിക്കണമെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യാനും കൂടി അവർക്ക് അറിയണം. അടുത്തത് 3 ദിവസം 3 ഡേ ഡിജിറ്റൽ ഡീടോക്സ്. 3 ദിവസം ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും അവർ ചെയ്യില്ല എന്ന് അവരുമായിട്ട് ചർച്ച ചെയ്ത്, ശ്രദ്ധിക്കണേ, യുദ്ധത്തിലല്ല, അവരുമായിട്ട് ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കുക. നിങ്ങളും 3 ദിവസം ഒന്ന് ചെയ്തു നോക്കൂ. അടുത്തതാണ് വിസിറ്റ് എ ഗവൺമെൻറ് ഓഫീസ്. 1-2 ഗവൺമെൻറ് ഓഫീസിൽ പോകുക. തൊട്ടടുത്ത വില്ലേജ് എവിടെയാണ്, വേണമെങ്കിൽ ആ വില്ലേജിൽ ഒരു നികുതി അടയ്ക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക. ഭൂമിയുടെ നികുതി അടയ്ക്കാൻ, പഞ്ചായത്തിൽ പോയിട്ട് വീട്ടുകരം അടയ്ക്കാൻ, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനായിട്ട്, അങ്ങനെ ചില കാര്യങ്ങൾക്ക് അവരെ നിയോഗിക്കുക. ഗവൺമെൻറ് സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവന് മനസ്സിലാവും.
കുറച്ച് ദിവസമെങ്കിലും വേക്കപ്പ് ഏർലി, ഒരു 5 മണിക്ക് ഉണരാനായിട്ട് ഫാമിലിയിലെല്ലാവരും കൂടി തീരുമാനിക്കുക. അവനും നിങ്ങളും എണീക്കുക, രാവിലെ വ്യായാമം ചെയ്യുന്ന ഒരു പുതിയ ശീലത്തിലേക്ക് അവർ അവധിക്കാലത്ത് വളർത്തിയെടുക്കുക. അപ്പോൾ പറയും, പിന്നെ 8 മണി വരെ ഉറങ്ങുന്നവനെ എങ്ങനെയാണ് വിളിച്ചെണിപ്പിക്കാൻ പോകുന്നത്? കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടാക്കി കൊടുക്കണം. അത് അവനുമായി അവളുമായി ചർച്ച ചെയ്തുണ്ടാക്കി കൊടുക്കുള്ളൂ. അതിരാവിലെ ഉണരുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. ആ ശീലം ഇപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തു ചെയ്യും? അവർ പ്രൊഫഷണൽ ആവുമ്പോൾ, അവിടെയാണ് കേട്ടോ നമ്മൾ ഇതിനേക്ക് നിസ്സാരമായിട്ട് കാണില്ല. അവരൊരു പ്രൊഫഷണലാണ്, രാവിലെ നേരത്തെ പോകണം. പക്ഷേ ആ ശീലം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ഉണ്ടാവും ആ ജോലി തന്നെ വളരെ ഭാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. അപ്പോൾ 5 മണിക്ക് ഉണർന്ന് അവർ വ്യായാമം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളും കൂടി അവരുടെ കൂടി ഒരു അവധിക്കാലം പീഡിപ്പിക്കാനല്ല, പണിഷ്മെൻറ്റുമല്ല, മറിച്ച് അവരെ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇൻ്റർവ്യൂ ദ പീപ്പിൾ അടുത്തൊരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് പോയിട്ട് വേണമെങ്കിൽ ഒരു മൊബൈൽ കൊടുക്കുക, മെമ്പറെ അല്ലെങ്കിൽ കൗൺസിലറായിട്ട് പോയിട്ട് ഈ വർഷം നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾ ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും അതിന് റെസ്പോണ്ട് ചെയ്യാനും ക്യാമറ വയ്ക്കാനും പല കാര്യങ്ങളും അവർ പഠിക്കും. അത് മാത്രമല്ല, അവർക്ക് കിട്ടുന്ന ഒരു അനുഭവമുണ്ടല്ലോ, ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവും, പിറന്നാളോ ആഘോഷങ്ങളോ ഉത്സവങ്ങളോ, അതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അവരോട് മാനേജ് ചെയ്യാൻ പറയാം. മാനേജ് ഫാമിലി ഫംഗ്ഷൻ. 15ാമത്തെ കാര്യം, റീഡ് ആൻഡ് പ്രസൻറ്റ് സം ബുക്ക്. വേണ്ട, അറ്റ്ലീസ്റ്റ് 1 ബുക്കെങ്കിലും. ഒരു പുസ്തകം, കുട്ടിക്ക് മാറ്റമുണ്ടാക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കുട്ടി തിരഞ്ഞെടുക്കുകയോ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അത് വായിക്കുകയും അതിൻ്റെ മെയിൻ ഐഡിയ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറയാം. പറ്റുമെങ്കിൽ അതൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട്, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കും. അടുത്തത്, പ്ലാന്റ് എ ട്രീ. ഒരു മരം, നിങ്ങൾ ടൗണിലല്ല താമസിക്കുന്നത്, ഭൂമിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു മരം നടാനായിട്ടൊരു ശ്രമം നടത്തുക. ശ്രമമല്ല, അത് നട്ട് അതിനെ ഈ വേനൽക്കാലം കഴിയുന്നത് വരെ വെള്ളം ഒഴിച്ച് നോക്കാൻ പറയുക. അപ്പോൾ ഈ ഓക്സിജൻ ഞാൻ എടുക്കുന്നുണ്ടല്ലോ, അതിന് പകരം ഞാനൊരു മരം നടാനുള്ളൊരു ത്രാണി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളില്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലേ, അവരെ കൊണ്ട് ചില ജോലികൾ ചെയ്യിപ്പിച്ചൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ടല്ലോ അല്ലേ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ പോക്കറ്റ് മണി കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് അവർ പ്രോത്സാഹിപ്പിക്കുക. 18ാമത്തെ കാര്യം, ഒരു ട്രക്കിംഗ് ക്യാമ്പ് അല്ലെങ്കിൽ നാച്ചുറൽ ക്യാമ്പ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്യാമ്പുകളൊക്കെ അവധിക്കാലത്ത് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ടാവും. അതിലേക്ക് വിടുക. 3 ദിവസമോ 4 ദിവസമോ 5 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിലേക്ക് നിങ്ങൾ അതിൻ്റെ ചിലവല്ല കണക്കാക്കേണ്ടത്. അവിടെ പോയിട്ട് അവരവിടെ സ്വന്തമായും ജീവിക്കാനുള്ള, വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. വീണ്ടും ഉള്ളിൽ തോന്നും, ഇയാൾ എന്തൊക്കെയാണ് പറയണത്, കുട്ടി വീട്ടിലില്ലാണ്ടായ വിഷമം വരില്ല. അപ്പം ഞാൻ പറഞ്ഞ ആ ഡയലോഗ് ഒന്ന് ഓർക്കണേ, കപ്പലുണ്ടാക്കുന്നത് കരയ്ക്ക് വയ്ക്കാനല്ല. അതുപോലെ നമ്മുടെ മക്കൾ പുറത്തിറങ്ങി കുറേ അനുഭവങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ ഭയം കൊണ്ട്, നമ്മുടെ പേടി കൊണ്ട് അവരെ പുറത്തിറക്കാതെ ഇരുത്തുന്നത് അവരോട് ചെയ്യുന്ന അപരാധമാണ്. നാളെ ഒരിക്കൽ അവർ നമ്മളോട് ചോദിക്കും, എൻ്റെ പേഴ്സണാലിറ്റി ഇങ്ങനെയാവാൻ കാരണം നിങ്ങൾ ഇടപെട്ടിട്ടാണ്. നാളെ ഒരു കാലത്ത് അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയിക്കാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും എന്നെ വ്യത്യസ്തമായ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ അനുവദിച്ചത് കൊണ്ടാണെന്ന് അവർ പറയിപ്പിക്കണം. 20 കാര്യത്തിലെ 19ാമത്തെ കാര്യം കേട്ടോ, ദൂരെയുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കുട്ടി തന്നെ പോയി അവിടെ 1-2 ദിവസം താമസിച്ച് തന്നെ തിരിച്ചു വരാനുള്ള ഒരു ത്രാണി ഉണ്ടാക്കിയെടുക്കുക. ദ ലാസ്റ്റ് വൺ, നിങ്ങൾ ഒരു പോലീസ് ഓഫീസറുമായിട്ട്, യൂണിഫോമിലുള്ള അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. നിങ്ങളുടെ കുട്ടിയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക, നിങ്ങൾ മിണ്ടാതെ നിൽക്കുക. എന്തിനാ പോകുന്നതെന്ന് പോലീസുകാർ ചോദിക്കും. ഇല്ല, വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്, സർക്കിൾ ഇൻസ്പെക്ടറോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കളക്ടറേറ്റിലേക്ക് കൊണ്ടുപോകുക. അവൻ തന്നെ കളക്ടറേറ്റിലേക്ക് പോട്ടെ, അവിടെ പോയിട്ട് എഴുതി കൊടുക്കുക. എന്തിനാ പോകുന്നത്? ഞാൻ കളക്ടറെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ്? അല്ല, എനിക്ക് IAS-നെ പറ്റി അറിയാൻ വേണ്ടിയാണ്. നിങ്ങളത് അവിടെ എഴുതി കൊടുത്താലേ കളക്ടർ കാണാൻ അനുവാദം തരുള്ളൂ. അനുവാദം കിട്ടിക്കഴിയുമ്പോൾ കളക്ടർ എന്തായാലും നിങ്ങളുടെ കുട്ടിക്ക് ഒരു കോഫിയും കൊടുക്കും, ഒരു ബിസ്ക്കറ്റും കൊടുക്കും. പക്ഷെ കുട്ടി സംസാരിക്കാൻ പോകുന്നത് കളക്ടറുമായിട്ടാണ്. അവൻ്റെ ലൈഫിലുണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അതാണ്. പ്രൊഫഷണലായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഭാവിയെ പറ്റിയുള്ള ഒരുപാട് കരുക്കൾ ഉണ്ടാക്കാനുള്ള ഒരു ശക്തി ഉണ്ടാക്കും. വീണ്ടും ഞാൻ പറയുകയാണേ, ഈ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നത് അവർ വളരാൻ വേണ്ടിയാണ്. ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കണേ,
അവരെ വ്യത്യസ്തമായ മേഖലയിലേക്ക് അവർക്ക് പോകാനും പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും അവർക്ക് ലൈഫിൽ പല കാര്യങ്ങളിലും സപ്പോർട്ടീവായിട്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ള മെക്കാനിസം നമ്മൾ അതിന് പറ്റുന്ന ഒരു എക്കോസിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത്തരം ഈ 20 കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റുക. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ 20 പറ്റിയില്ലെങ്കിൽ വേണ്ട, കുറച്ചെങ്കിലും നമ്മൾ ചെയ്യുക. അപ്പോൾ അവർ വളരും, ഭയം മാറും, അപരിചിതമായ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കും. അതുമാത്രമല്ല, യുനെസ്കോ പറയുന്ന ലൈഫ് സ്കില്ലുകൾ ഓരോ വ്യക്തിയും ജീവിക്കാൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. യുനെസ്കോ പറയുന്ന ലൈഫ് സ്കില്ലുകൾ, ആ ലൈഫ് സ്കില്ലുകൾ നേടുന്നതിനുള്ള ഒരു പ്രാരംഭ നടപടിയായിട്ട് മാറും. അവരെ നമ്മൾ കംഫർട്ടായിട്ട് വീട്ടിലിരിക്കുമ്പോൾ നമ്മളെല്ലാവരും റിലാക്സ്ഡ് ആണ്, അവരും റിലാക്സ്ഡ് ആണ്. പക്ഷേ അവധിക്കാലത്ത് അവർ വളരില്ല. മറിച്ച് ഇതൊരു ചലഞ്ചാണ്. നമ്മൾ ചലഞ്ച് കൊടുക്കുന്ന സമയത്ത് അവരെ സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യുന്നത്. മക്കളെ പുലിക്കുട്ടികളാകട്ടെ, മക്കളെ പുലികളായിട്ട് മാറട്ടെ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അഭിനന്ദനം കിട്ടും ഒരു ദിവസം. അവരതിന് പോകാൻ തയ്യാറാണ്. നമ്മുടെ ഭയമാണ് പലപ്പോഴും നമ്മളെ ഇതിൽ നിന്നും തടസ്സം വരുത്തുന്നത്. ഈ 2 മാസം നമ്മുടെ ഉള്ളിലുള്ള ഈ ഭയത്തിന് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. നമ്മുടെ മക്കളെ കുറേ കൂടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന അടിപൊളി മക്കളാക്കി മാറ്റാൻ പറ്റുന്ന ആക്ടിവിറ്റികളിലേക്ക് 2 മാസം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കാം. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതൊക്കെ ആഡ് ചെയ്യാമെന്ന് നിങ്ങൾ ചെയ്ത് പരിശീലിച്ച കുറേ ആൾക്കാരുണ്ടാവും. അവധിക്കാലത്ത് പലതും നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അതിലെ വിജയങ്ങൾ ഇതിൻ്റെ അടിയിലൊന്ന് എഴുതണേ. അത് മാത്രമല്ല, നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള രക്ഷിതാക്കൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അവരും ഈ 20 ഐഡിയാസ് അവരുടെ കുട്ടികളിൽ നടപ്പിലാക്കട്ടെ. അവരും ഉന്നതമായ വിജയത്തിലേക്ക് എത്തിക്കട്ടെ. നിങ്ങളും അവരും കൂടി ഒരുമിച്ച് നമ്മുടെ കുട്ടികൾ വലിയ വിജയം നേടുന്ന ആത്മവിശ്വാസമുള്ള, ധൈര്യമുള്ള, തൻ്റെടമുള്ള മക്കളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി ഈ അവധിക്കാലം ഉപയോഗിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.